ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഐസ. ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം ഈ എരണം കെട്ട ജന്തുവിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അമ്മേ, അമ്മ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിറവയറുമായി നിൽക്കുന്ന ഇവളെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാണ്? എന്ത് ചെയ്യാനാണ്? നീ ഇവളെയും കൊണ്ട് എവിടെ വേണേലും പൊക്കോ, എന്ത് വേണേലും ചെയ്തോ. അതൊന്നും എന്നെയും എൻ്റെ ഈ കുടുംബത്തെയും ഇനി ബാധിക്കില്ലടാ സതീഷ. ഇതിന് മാത്രം ഞങ്ങൾ എന്ത് തെറ്റാണ് അമ്മേ ഈ കുടുംബത്തോട് ചെയ്തത്? രാത്രിയോ പകലോ എന്ന് നോക്കാതെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ലേ? വന്നു കയറി അന്ന് മുതൽ ഇന്ന് വരെ ഇവൾ ഈ വീട്ടിലെ സകല ജോലികളും ചെയ്യുന്നില്ലേ? ഒരു ഗർഭിണിയാണെന്ന ചിന്ത പോലും ഇല്ലാതെ അമ്മയും സന്തോഷം സാവിത്രിയും ഇവളെ കൊണ്ട് ഇവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്യിപ്പിക്കുന്നില്ലേ? എന്തിന്? നിങ്ങളുടെ അടിവസ്ത്രങ്ങൾ പോലും ദിവസവും നനച്ചുണക്കി തരുന്നത് ഇവളല്ലേ? എന്നിട്ടും അമ്മേ, ഓ, അപ്പോൾ ഇതെല്ലാം നിന്റെ മനസ്സിലുണ്ടായിരുന്നല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലടാ സതീഷ. ഇവൾ നിനക്ക് തലയണ മന്ത്രം ഓതിയിട്ടാ നീ ഇങ്ങനെ ഒരു അച്ചിക്കൊന്തനായി മാറിയത്. അല്ലെങ്കിൽ പിന്നെ പെറ്റമ്മയായ എനിക്കോ കൂടപ്പിറപ്പുകളായ സന്തോഷനോ സാവിത്രിക്കോ ആദ്യം നൽകാതെ നീ ഒരു കുഞ്ഞു മിഠായി പോലും ഒറ്റയ്ക്ക് കഴിച്ചിരുന്നില്ല. ആ സ്ഥാനത്താണ് നീ ഇവൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തത്. എന്നിട്ടൊപ്പം ഇരുന്ന് ഊട്ടിയതും ഉണ്ടതും. ഞങ്ങൾക്കൊന്നും തരാതെ നിനക്ക് എങ്ങനെ കഴിഞ്ഞടാ അതിനെല്ലാം? നന്ദി കെട്ടവനെ. ഓ, അതിൻ്റെ പേരിലാണ് അമ്മ ഈ വഴക്കുണ്ടാക്കുന്നത്. അമ്മേ, നിങ്ങളുടെ വയർ നിറച്ചിട്ടല്ലാത്ത ഇന്നേ വരെ ഞാൻ എൻ്റെ വയർ നിറച്ചിട്ടില്ല. ഈ കുടുംബത്തിന് ഭാരം എൻ്റെ തലയിൽ വെച്ച് തന്ന അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് 15. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ ഈ ഊട്ടിയിട്ടേ ഞാൻ ഉണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ബിരിയാണി കഥ. അമ്മയുടെ ആങ്ങളയുടെ, അതായത് എൻ്റെ മാമൻ്റെ വീട് കയറിക്കൂടലിന് നിങ്ങളെല്ലാം പോയി നല്ല ബിരിയാണി സദ്യ കഴിച്ചു. വന്നപ്പോൾ എന്തേ ആരും എൻ്റെ ഭാര്യയെ ഓർത്തില്ല, കൂടെ കൂട്ടിയില്ല? നിങ്ങൾക്കെല്ലാവർക്കും നാണക്കേട്. മൂത്ത മകൻ സ്നേഹിച്ച് സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചത് ഒരു അനാഥാലയത്തിലെ പെണ്ണായത് കൊണ്ട് അവൾക്ക് മാത്രം ഭ്രഷ്ട്, വിലക്ക്. ഒരാളുടെ കൂടെയും ഒരു ബന്ധുവീട്ടിലും കൊണ്ടുപോയില്ല. ഇന്നേ വരെ എനിക്കൊപ്പം എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന ഇവൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ആദ്യമായാണ് എന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്, ഒരു ബിരിയാണി. അതവൾക്ക് ഞാൻ വാങ്ങി നൽകിയതും അതിൽ നിന്ന് ഇച്ചിരി ഞാൻ കഴിച്ചതുമാണോ അമ്മ എന്നിൽ കണ്ടെത്തിയ കുറ്റം? ഒന്ന് വാങ്ങാനുള്ള പണമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണോ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ ഇറക്കി വിടുന്നത്? ഈ വീട്ടിൽ അപ്പോൾ എനിക്കൊരു അവകാശവും അധികാരവും ഇല്ലേ അമ്മേ? ഓ, ഇപ്പോൾ എങ്ങനെ ഉണ്ടമ്മേ? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അമ്മയോട്, ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഏട്ടൻ അവകാശം ചോദിക്കുമെന്ന്? ഇപ്പോൾ കണ്ടില്ലേ? ശരിയാടാ എൻ്റെ മോൻ പറഞ്ഞത്. സന്തോഷിന്റെ വാക്കുകൾക്ക് കാതു കൊടുത്തമ്മ പറയുന്നത് കേട്ടപ്പോൾ സതീഷിന്റെ കണ്ണുകൾ നീറി. കഴിഞ്ഞ 10-16 കൊല്ലം ഇവർക്ക് വേണ്ടിയാണല്ലോ ഈശ്വര ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടത്. അവന്റെ ഉള്ളം തേങ്ങുന്നത് അരികിൽ അവനോട് ചേർന്ന് നിന്ന അനിത അറിയുന്നുണ്ടായിരുന്നു. സാരമില്ലാട്ടാ, അമ്മയല്ലേ. അവൾ മെല്ലെ സതീഷിന്റെ കാതിനരികെ ഒഴിഞ്ഞു. കണ്ടോ, നാണം കെട്ടവൾ പിന്നെയും ഓതി കൊടുക്കുക. നമ്മുടെ കുറ്റം നമ്മുടെ മുന്നിൽ വെച്ച്. നോക്കമ്മേ. അങ്ങോട്ട് വന്ന് സാവിത്രി അനിതയെ ചൂണ്ടിപ്പറയുന്നത് കേട്ടപ്പോൾ സതീശൻ കൈ നിവർത്തി അവൾക്ക് നേരെ ചാടാൻ തുടങ്ങി. അനിത കരഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഇതും കൂടെ എൻ്റെ കുടുംബത്ത് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ഈ തമ്മിത്തല്ല്. നീ കാരണം അതും ഉണ്ടായല്ലോടി, നാശം പിടിച്ചവളെ. നീ മുടിഞ്ഞു പോകുമടി. ഈ സന്ധ്യാസമയത്ത് മനസ്സ് നീറി ഞാൻ പറയുകയാണ്, നീ നശിക്കുമടി. അമ്മേ, എന്താ അമ്മേ ഇത്? ഞങ്ങൾ ഇവിടുന്ന് പോകണമെങ്കിൽ പോയി തരാം. അതിന് ഈ പാവത്തെ ഇങ്ങനെ ശപിക്കരുത്. ഇവളെൻ്റെ ഭാര്യയാണ്. ഇവളുടെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞു. അതമ്മ മറക്കരുത്. ഓ, പിന്നെ നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞ്. എൻ്റെ കണക്കിന് നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യയുമില്ല, പിന്നെ ആ കുഞ്ഞ്. സമയം പോകുന്നു സതീഷ. നീ ഇവളെയും കൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോവാൻ നോക്ക്. അമ്മേ, ഞാൻ ഈ സന്ധ്യയ്ക്ക് എവിടെ പോകാനാണ്? നാളെ നേരം വെളുത്തോട്ടെ അമ്മേ. സന്തോഷേ, സാവിത്രി, ഒന്ന് പറ മക്കളെ അമ്മയോട്. സതീശൻ പ്രതീക്ഷയോടെ അവരോരുത്തരെയും മാറി മാറി നോക്കി. എന്നാൽ ആ മുഖങ്ങളിലൊന്നും അല്പം പോലും ദയ ഉണ്ടായിരുന്നില്ല. കയ്യിൽ കാര്യമായ പണമൊന്നും തന്നെയില്ല. ദിവസവും കിട്ടുന്ന പണിക്കൂലി അപ്പോൾ അമ്മയെ ഏൽപ്പിക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും ഈശ്വര? സതീശൻ നിസ്സഹായതയോടെ അമ്മയെയും കൂടപ്പിറപ്പുകളെയും നോക്കി. ഇല്ല, അവരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. അവന് മനസ്സിലായി. ഭാര്യയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തതിന് മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അമ്മയും കൂടപ്പിറപ്പുകളും വേറെ എവിടെയെങ്കിലും കാണുമോ? അവന്റെ ചുണ്ടിൽ വേദനയുടെ ചിരി പടർന്നു. ഇപ്പോൾ ചെറിയ മകൻ സന്തോഷിന് സർക്കാർ ജോലി കിട്ടിയിരിക്കുന്നു. അപ്പോൾ മൂത്ത മകനും അവൻ്റെ അനാഥയായ ഭാര്യയും ഇവിടെ ഇവർക്ക് അധികപ്പറ്റാണ്. അത് പറയാതെ പറയുകയാണ് ഇവർ. കാരണം ഇനിയിപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് പഴയ പോലെ പണമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് ഇവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. കരഞ്ഞു കാലിൽ പിടിച്ചൊരു പട്ടിയുടെ ജീവിതം, അത് വയ്യ സ്വന്തം വീട്ടിൽ. അനിതയുടെ കൈ പിടിച്ച് വസ്ത്രങ്ങൾ അടങ്ങി ഭാഗമെടുത്ത് സതീശൻ വീടിൻ്റെ പടിയിറങ്ങാൻ നേരമാണ് വർഗീസ് ചേട്ടൻ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്. ഡാ മോനെ സതീഷാ! വർഗീസ് ചേട്ടൻ അലറി കരയുന്ന പോലെ വിളിച്ചപ്പോൾ സതീശൻ പേടിച്ചുപോയി. ഈശ്വര, ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുവോ? അവൻ പകവോടെ വർഗീസ് ചേട്ടനെ പിടിച്ചു കുലുക്കി. എന്താ വർഗീസ് ചേട്ടാ, എന്ത് പറ്റി? ചേട്ടൻ എന്തിനാ കരയുന്നത്? സതീശന്റെ ചോദ്യവും വർഗീസിന്റെ കരച്ചിലും കണ്ടപ്പോൾ അമ്മയും കൂടപ്പിറപ്പുകളും മുറ്റത്തേക്ക് ഇറങ്ങി. കാര്യം പറയും വർഗീസ് ചേട്ടാ, ആളെ പേടിപ്പിക്കാതെ. മോനെ മോനെ, നിനക്കാണ് ഇപ്രാവശ്യത്തെ ബമ്പർ സമ്മാനം, 8 കോടി. നീ അന്ന് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി എന്നോട് പിടിച്ചോളം പറഞ്ഞ ആ ടിക്കറ്റില്ലേ, അതിനാണ് മോനെ സമ്മാനം, 8 കോടി. ഇത് നിന്നോട് പറയാൻ
വർഗീസ് ചേട്ടൻ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സതീശൻ അതൊന്നും കേട്ടില്ല. അവൻ അനിതയുടെ മുഖത്തേക്ക് നോക്കി. അവൾ കൈകൾ കൂപ്പി കരഞ്ഞുകൊണ്ട് ഈശ്വരനോട് എന്തൊക്കെയോ പറയുകയായിരുന്നു. സതീശൻ തിരിഞ്ഞ് അമ്മയെയും കൂടപ്പിറപ്പുകളെയും നോക്കി. അവരുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അല്പം മുമ്പുണ്ടായത് വഴക്കെല്ലാം മാറിയതുപോലെ, മറന്നതുപോലെ. അവർ വന്ന് സതീശന്റെ കൈ പിടിച്ചു. മോനെ, നമ്മുടെ നല്ല കാലം തെളിഞ്ഞടാ. ഒരു നിമിഷം സതീശൻ ആ കൈകളിൽ പിടിച്ച് പിന്നെ മെല്ലെ അവ തൻ്റെ കയ്യിൽ നിന്ന് അടർത്തി മാറ്റി. അനിതയുടെ കൈ പിടിച്ച് വർഗീസ് ചേട്ടനൊപ്പം ആ വീടിന്റെ പടിയിറങ്ങി നടന്നകലവെ പിന്നിൽ നിന്ന് ആ വിളികൾ അവന്റെ ചെവിയിൽ പതിക്കുന്നുണ്ടായിരുന്നു. മോനെ പോവല്ലടാ, എടാ മോനെ, ഞങ്ങൾക്ക് നീയേ ഉള്ളുവടാ, പോവല്ലേ ഏട്ടാ, സതീഷേട്ടാ പോവല്ലേ. പണം കൊണ്ട് ബന്ധങ്ങൾക്ക് വിലയിടുന്നവർക്കിടയിൽ നിന്നും സതീശൻ അപ്പോഴും നടന്ന് അകലുകയായിരുന്നു.